മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. ഡാൻസ് ആണെങ്കിലും നമ്മളെ ഡാൻസ് കളിക്കേ മൂവ്മെന്റ്സ് ഒക്കെ ആണല്ലേ. ഫ്ലോർ കയറിയതൊന്നും അറിയില്ല പൊന്നേജ്. നമ്മൾ ഫ്ലോർ കയറുമ്പോൾ വേട്ടക്കരിമം കയറും നമ്മുടെ മക്കൾ. നീ പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ വെറുപ്പ്, പണിയെടുത്തുമേനി വെയിൽ കൊണ്ടേ കറുപ്പ്. എങ്ങനെയാണ് ഈ ഒരു പരിസ്ഥിതി സംരക്ഷണം ഇത് എവിടുന്ന് കിട്ടിയത്? ഇപ്പൊ ഈ പരിസ്ഥിതി എന്നുള്ള സാധനം കോൺക്രീറ്റ് വനത്തിനോരത്തില് നവീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തില് എന്നെ പെറ്റല്ലോ കല്ല് പോലൊരു തീ. വീട്ടിൽ പാടാൻ പാടില്ല, വീട്ടിൽ അപ്പനെ പാടണം. അപ്പന് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് ഏതാണ് വേടന്റെ തന്നെ? അപ്പൻ എൻ്റെ പാട്ടൊന്നും കേൾക്കില്ല. അപ്പൻ എപ്പോഴും പാടുന്നൊരു പാട്ട് ഇന്നലകൾ ഇതുവഴിയേ പോയി. ഞാൻ എൻ്റെ വീട്ടിൽ സമാധാനമായിട്ട് കാലത്തെനിക്ക് എൻ്റെ നായ്ക്കുട്ടീനെ കൂടെ നടക്കാൻ പോയി കുളത്തിലൊക്കെ പോയി കുളിച്ച് അപ്പനെ കയറ്റിരുന്ന് ചോറൊക്കെ തിന്ന് ഭക്ഷണം കഴിച്ച് സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. പിള്ളേരുടെ കൂടെ ഹാങ് ഔട്ട് ചെയ്യും. കുറേ സുഹൃത്തുക്കളുണ്ട്, ഈ ഇഷ്ടംമാതിരി കൂട്ടുകാരുണ്ടായിരിക്കും. ഇപ്പം വേടന്റെ വരികളാണ് വേടനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പം വേടന്റെ ഒരു ഫേമസ് ആയിരുന്നു വോയിസ് ഓഫ് ദ വോയിസ്ലെസ്. അതിനകത്ത് ഈ ഓരോ വരികളും അത്രയധികം ഒരുപാട് മനസ്സുകളിൽ അത് സ്പർശിച്ചിട്ടുണ്ട്. അത് അനുഭവിച്ചവർക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അതിൽ കണക്ട് ചെയ്ത് പോകാൻ പറ്റി. അപ്പോൾ ഈ വോയിസ് ഓഫ് ദി വോയിസ്ലെസ് എഴുതാനുണ്ടായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത് ഏതൊരു മൊമെന്റിലാണ് അങ്ങനെ ഒരു സോങ്ങിന്റെ? ജീവിത സാഹചര്യങ്ങൾ തന്നെ ഭയങ്കര മോശപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിലാണ് കേരളത്തിലുള്ള പകുതിയിലധികം ആൾക്കാർ ജീവിക്കുന്നത്. ഞാനും അങ്ങ് അവിടെ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പാട്ടായിട്ട് ഞാൻ പറഞ്ഞു. ആൾക്കാർ ഇത് പറഞ്ഞു നടക്കുന്നുണ്ട് ഒരുപാട് കാലമായിട്ട്, കേൾക്കണില്ല എന്നുള്ളത്. നമ്മൾ പാട്ടായി പറഞ്ഞപ്പോൾ കുറച്ചധികം ആൾക്കാർ പെട്ടെന്നൊന്ന് കേട്ടു, പിന്നെ അത് പറഞ്ഞു നടന്നു ആൾക്കാർ. ഇപ്പൊ വേടൻ പറഞ്ഞു പാട്ടായിട്ട് പറഞ്ഞതിന് ശേഷം അത് ഒരുപാട് പേര് മറന്നു പോകുന്നുണ്ടെന്ന്. അപ്പൊ ഈ പാട്ടിലൂടെ അല്ലാതെ ഇറങ്ങി അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ വേടന്? പാട്ടല്ലാതെ ആദ്യം കാശുണ്ടാക്കണം, അതല്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. മണിയാണ് എല്ലാത്തിനെയും റൂൾ ചെയ്യുന്നൊരു തോട്ടാണോ? ഇല്ല, ലൈക്ക് ബേസിക്കലി അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ പാമ്പിനെ തിന്നണ നാട്ടിൽ പോയി ഞാൻ നടുക്കഷ്ണം നോക്കി തിന്നണമെന്നല്ലേ? നമ്മളങ്ങനെ പണിയെടുക്കണ്ടേ? പൂർണ്ണ നിഷേധി ശവക്കുഴിക്കുള്ളിലാവുന്ന അങ്ങോട്ട് പറഞ്ഞ് ഇപ്പോൾ വരുമ്പോൾ ഒരു മതിലിനകത്ത് വായിച്ചല്ല, അതാണ് ഉണ്ടാവാൻ പോണത്. നമ്മളങ്ങനെ അല്ലാതെ നമ്മളാദ്യം എനിക്ക് തന്നെ നിൽക്കാനുള്ള ഒരു സ്പേസില്ല. ഞാൻ ആദ്യം എനിക്ക് തന്നെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി പണിയെടുക്കുന്ന കാര്യമൊക്കെ പിന്നെ ഭാവിയിൽ. കൊച്ചു പയ്യനാണെന്നേ, എനിക്ക് പ്രായമുണ്ട്, സമയമുണ്ട്. പക്ഷേ കൊച്ചു പയ്യനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമെങ്കിലും ഒരു സൊസൈറ്റിയെ മുഴുവൻ കൺസിഡർ ചെയ്യാനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ അത് ആർക്കും ഇന്നത്തെ ഈ ഒരു ജനറേഷനിൽ എനിക്ക് തോന്നുന്നില്ല അതൊരു ആർക്കും ഉണ്ടാവുന്നില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ നിന്ന് കടന്നു അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് നമ്മൾ എത്തിപ്പെടുന്നില്ല എന്നുള്ളൂ. അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് ഒരു ക്യാമറയും എത്തിപ്പെടുന്നില്ല, ഒരു മൈക്ക് അവരുടെ അടുത്തേക്ക് എത്തിപ്പെടുന്നില്ല. ഇഷ്ടംമാതിരി പിള്ളേരുണ്ട്, നല്ല സാമൂഹിക ബോധമുള്ള പിള്ളേരൊക്കെ ഉണ്ട്. പക്ഷെ അവരെന്നെ തേടി ആരും പോകുന്നില്ല എന്നുള്ളതാണ്. ഉണ്ട്, ഇഷ്ടംമാതിരി പിള്ളേരുണ്ട്. അപ്പൊ വേടന് കുറച്ച് പൈസ കിട്ടുന്നു, അല്ലെങ്കിൽ കിട്ടിയെന്ന് ഓർത്തോളൂ. അപ്പം സൊസൈറ്റിയിലേക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളൊരു 3 കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്ത് ഡെവലപ്മെന്റ്സ് ആയിരിക്കും സഡൻ ആയിട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുള്ളത്? ഞാൻ ആദ്യം സ്വയം നന്നാകട്ടെ, അതാണ് ഞാൻ എന്നെ നന്നാക്കട്ടെ ആദ്യം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ആ വോയിസ് ഓഫ് ദി വോയിസ്ലെസ് ആ ഒരു ട്രാക്ക് ഒന്ന്. നിലങ്ങളായിരം വേലിയിൽ തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്, മുതുകുകൂനി തലകൾ താണുമിനിയും എത്ര നാണ്. നീ പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ വെറുപ്പ്, പണിയെടുത്തുമേനി വെയിൽ കൊണ്ടേ കറുപ്പ്. നിന്റെ ചാളയിൽ എരിയുന്നില്ല അടുപ്പ്, പിഞ്ചു കുഞ്ഞവളര വയറിൽ കിടപ്പ്. റെസ്റ്റിംഗ് പീരീഡിലാണ്. മറ്റന്നാളൊക്കെ കുറെ ഷോ ഉള്ളതാ. ഇനിയിപ്പോ ഒച്ചയും വരുന്നുണ്ടല്ലോ, മെയ് 19 ഒച്ച. വെച്ച് ബഹളം. അതെ, അന്ന് ഒച്ച വെക്കേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് കുറച്ച് പാടിയാൽ മതി. ഓക്കെ. ഇപ്പൊ ഈ പാട്ടുകളിലൂടെയൊക്കെ പൊളിറ്റിക്സ് പറയുന്ന ഒരാൾ കൂടിയാണ് വേടൻ. ഇപ്പൊ ഈ പൊളിറ്റിക്സ് ഒക്കെ പറയുമ്പം ഇതിന് ഒപ്പീനിയൻസ് പലതരത്തിൽ പലർക്കും പല ഒപ്പീനിയൻസ് ആണ്, പല രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഒപ്പീനിയൻസിനെയൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഉൾക്കൊള്ളുന്നത്? ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഞാൻ എൻ്റെ വീട്ടിൽ സമാധാനമായിട്ട് കാലത്തെനിക്ക് എൻ്റെ നായ്ക്കുട്ടീനെ കൂടെ നടക്കാൻ പോയി കുളത്തിലൊക്കെ പോയി കുളിച്ച് അപ്പനെ കയറ്റിരുന്ന് ചോറൊക്കെ തിന്ന് ഭക്ഷണം കഴിച്ച് സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. അതിനാണ് മാനേജർമാരൊക്കെ നിർത്തിയേക്കുന്നത്. ഓക്കെ. അല്ല, എന്നാലും എങ്ങനെയായിരിക്കും ഇങ്ങനെ, അല്ലെങ്കിൽ അതൊന്നും കെയർ ചെയ്യാണ്ട് ഇങ്ങനെ? കെയർ ചെയ്യാന്നല്ല, നമ്മളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല. നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ പണിയെടുക്കുക എന്നുള്ളതാണല്ലോ ചേച്ചി. നമ്മൾ ഫാമിലി മാനാണ്, ഒരു ഫാമിലി മുഴുവൻ നമ്മുടെ ഷോൾഡറിലാണ്. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ആവശ്യമില്ലാത്ത വല വാങ്ങരുതല്ലോ.
അതുപോലെ തന്നെ വേടന്റെ പാട്ടിൽ നിന്ന് തന്നെ എടുക്കുവാണ്, തനിയെ വന്നതല്ല നീ ഇത്ര ദൂരം ദൂരം എന്നൊരു വേർഡിൽ പറയുന്നുണ്ട്. അപ്പം ചെറുപ്പം തൊട്ടേ വന്നപ്പോഴേ തനിയെ ആയിരുന്നു, ഒരു സപ്പോർട്ടോ അങ്ങനെ ഒന്നും അല്ലെങ്കിൽ വേടനെ ഇപ്പം പാട്ടിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ആളാണ്, ഇതിലേക്ക് പോകും അങ്ങനെ വഴി കാട്ടാൻ ഗുരു ഒന്നില്ല, ഞാൻ തന്നെ എനിക്ക് ഗുരു. അപ്പൊ ആ ഒരു അവസരത്തിലൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പിടിച്ച് കയറി വന്നത്, എങ്ങനെയായിരുന്നു ആ ഒരു സ്ട്രഗ്ലിങ്? അതങ്ങനെ നടക്കും ചോദിച്ചാൽ അതിപ്പോ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, അതങ്ങനെ നടന്നു വന്നതാണ്. ഇപ്പം ബെന്യാമിനൊക്കെ പറഞ്ഞ പോലെ നാം അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരാൾ ആ ഒരു സ്റ്റേജിലൂടെ പോയി എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. ഇതിപ്പോ ഞാൻ പറഞ്ഞാൽ അതിനൊരു സുഖം ഉണ്ടാവില്ലേ, ഞാനത് പാട്ടുകളിലൂടെ പരമാവധി പറയുന്നുണ്ട്. ഞാൻ എങ്ങനെ ജീവിച്ചെന്നൊക്കെ ഞാൻ സോഷ്യൽ ക്രിമിനലിനകത്തൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഞാനത് പറഞ്ഞൊരു സുഖം ഉണ്ടാവില്ല, എനിക്ക് വർത്താനം പറയുന്നത് ഭയങ്കര മോശമാണ്. പാട്ട് അടിപൊളിയായിട്ട്. എങ്കില് വേടൻ എഴുതിയതിൽ തന്നെ വേടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്രാക്ക് ഏതാണ്? ഏതാണ്? സോഷ്യൽ ക്രിമിനലാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ട്രാക്ക്. അതിലെ തന്നെ ഇപ്പൊ അതൊരു കവിതമാതിരിയാണ് എഴുതിയത്. കോൺക്രീറ്റ് വനത്തിനോരത്തില് നവീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തില് എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി, അവളെ ജാഫ്നയിൽ നിന്നാരോ തുരത്തി, അവളിനുദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലല്ലോ എരിക്കും തീ, വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ തെരുവിൽ തനിയെ നിർത്തി, തെരുവിൽ പശിയിൽ മരിച്ച ഇളമനസ്സുകൾ വിളനിലങ്ങളായി മാറുമല്ലോ, കാലം പല കടന്നവർ വാഴുമല്ലോ, പല തലമുറകളിൻ കാതിൽ കവിതകളോതി വിധികളെ മാറ്റുമല്ലോ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഈ സിനിമാ പാട്ടുകളൊക്കെ ആണെങ്കിലും മനസ്സിന് എന്താ പറയണത്, ഒരു സന്തോഷം അല്ലെങ്കിൽ സുഖം അല്ലെങ്കിൽ പ്രണയം, റൊമാൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോഴും കുറച്ച് റൊമാൻറ്റിക് പാട്ടൊക്കെ എഴുതണം. അതല്ല ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ തന്നെ വേടൻ എടുക്കുമ്പോഴത്തേനും ആ ഒരു ക്രോധവും ആവേശവും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നുക, സൊസൈറ്റിക്ക് വേണ്ടി. പല പാട്ടുകളും കേൾക്കുമ്പോഴത്തേനും ഗൂസ് ബംസ്, രോമാഞ്ചം വന്നിട്ട് കേൾക്കണമൊക്കെ. അപ്പോൾ എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഈ സൊസൈറ്റിക്ക് വേണ്ടി എന്ന് എനിക്ക് തോന്നാറുണ്ട് പല പാട്ടുകൾ. ഇപ്പോൾ വോയിസ് ഓഫ് ദ വോയിസ്ലെസ് ഒക്കെ കേട്ടപ്പോഴും നമ്മളും പലരും പല രീതിയിൽ അത് അനുഭവിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ അല്ലെ സിനിമാ പാട്ടുകൾ ഇങ്ങനെ പോകുമ്പോൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനെ ഈ ഒരു സാധ്യതകളില്ലേ? അപ്പം എങ്ങനെയാണ് ആ ഒരു ഡിഫറൻസ്? രണ്ടും ഇപ്പോൾ സമൂഹത്തിന് ഭയങ്കര ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, സിനിമ ഉള്ളത് കൊണ്ടാണ് ഒരുമാതിരിപ്പെട്ട ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകൾക്ക് ഞങ്ങളിങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെന്നുള്ളൊരു അഡ്രസ്സ് ചെയ്യപ്പെടലൊക്കെ സിനിമ സഹായിച്ചിട്ടുണ്ട്. നല്ലത് തന്നെ രണ്ടും രണ്ട് രീതിയിൽ. ഇപ്പോൾ എനിക്ക് തോന്നി കാലക്രമേണ സിനിമയിലെ സംഗീതം ഇപ്പോൾ പുറത്തൊക്കെ കണ്ടിട്ടില്ലേ, സിനിമയിലെ സംഗീതം കുറഞ്ഞിട്ട് ഇൻഡിപെൻഡന്റ് ലൈക്ക് ആ ഒരു മേഖലയിൽ വരും എന്ന് വിശ്വസിക്കുന്നു. അവിടെയാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ഫീൽഡ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എപ്പോഴും. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പാട്ടെന്ന് പറഞ്ഞാൽ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമല്ലേ. നമുക്ക് ഇന്ത്യയിൽ മൊത്തത്തിൽ അങ്ങനെ തന്നെ. അത് ശരിക്കും പാട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് സിനിമയും സഹായിക്കുന്നുണ്ട് ഒരുപാട്. ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റുകൾ ഉണ്ട് എന്ന് പുറത്ത് കാണിച്ചു തരുന്നത് കുറേ സിനിമകൾ തന്നെയാണ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ സിനിമയിലേക്കൊക്കെ വരുമ്പം കോംപ്രമൈസസ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കാറില്ല? എനിക്ക് ചെയ്യേണ്ട വന്നിട്ടില്ല, ചെയ്യേണ്ട വരുമായിരിക്കും ചേച്ചി. ഡെഫിനറ്റ്ലി. പിന്നെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും എനിക്ക് ചെയ്യേണ്ട വന്നിട്ടില്ല. ഞാൻ ചെയ്താക്കണ 2 പടങ്ങളും എന്റെ ഇഷ്ടത്തിന് അല്ല. വേടനപ്പോ എങ്ങനെയാണ് ഇതൊക്കെ, ഈ ഒരു വേടന്റെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളും വേടന്റെ മനസ്സിലെ താളവും ഒക്കെ തന്നെയാണോ ഓഡിയൻസിനെ? പിന്നെ എഗെയിൻ ഞാൻ ചോദിക്കുന്നത്, വേടൻ എങ്ങനെയാണ് ഈ ഒരു പരിസ്ഥിതി സംരക്ഷണം അല്ലെങ്കിൽ പരിസ്ഥിതിയൊക്കെ അല്ല മഞ്ഞുമൽ ബോയ്സിൽ ഇറങ്ങിയ സമയത്ത് പെരിയാറിന്റെ അങ്ങനെ എനിക്ക് പാടാൻ അറിയില്ല. അത് സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു മഞ്ഞുമല്ലാണല്ലോ പരിപാടി നടക്കുന്നത്. മഞ്ഞുമൽ ഇങ്ങനെ ഭയങ്കര മലിനമായിട്ടുള്ള ഒരു സ്ഥലമാണെന്നേ. ഫാക്ടറികളും സിലിക്കോൺ ഫാക്ടറികളൊക്കെ വന്ന് അവിടെ ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു 5 ദിവസം 4 പേർക്കാണ് വയ്യാണ്ടായി. അവിടെ ഒരു ദിവസവും പകുതി രാത്രിയായിരുന്നു ഷൂട്ട്. ആ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു 4-5 ആൾക്കാർക്ക് വയ്യാണ്ടായി, പനിയൊക്കെ പിടിച്ചിട്ട് അവിടത്തെ വായു ശ്വസിച്ചിട്ട്. അത്രയും മലിനപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതൊരു റെഫറൻസ് ആയിരുന്നു. ഇങ്ങനെയാണ്, ഭയങ്കര മോശം പിടിച്ച ഒരു സ്ഥലമാണ്, പ്രകൃതിയൊക്കെ മുഞ്ചിത്തിട്ടിരിക്കണെന്ന് പറഞ്ഞപ്പോ അങ്ങനെ എഴുതിയതാണ്. ഈ മഞ്ഞുമൽ ബോയ്സിലെ ഈ സോങ് റിലീസ് ചെയ്തതിനു ശേഷം മഞ്ഞുമലിലെ ആൾക്കാർ ഒരു സോങ്ങിന് തന്ന അക്സെപ്റ്റൻസ് എങ്ങനെയായിരുന്നു? ഇപ്പൊ സാധാരണക്കാര് പാട്ട് കേൾക്കുന്ന പോലെ അല്ലാണ്ട് മഞ്ഞുമൽക്കാർക്ക് ഈ പാട്ട് ഒരു അവര് കുറെ കാലമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. അത് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ എന്തായാലും എത്തിയിട്ടുണ്ടാവല്ലോ. മഞ്ഞുമൽ ഇങ്ങനെ ഒരു സ്ഥലം വരികൾ കേൾക്കുന്ന ആൾക്കാർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. അവർക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് അറിയില്ല, എന്നാലും കുറച്ച് ആൾക്കാർ പറയണൊക്കെ കേട്ടു. മഞ്ഞുമലി എന്നുള്ള ഒരു പയ്യനെ ഞാനിങ്ങനെ, പയ്യനല്ല ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരു പുള്ളിക്കാരനെ ഇങ്ങനെ ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ പറയണ്ടായി, നമ്മൾ കുറേ കാലമായിട്ട് പുള്ളിക്കാരൻ്റെ അവിടുത്തെ മഞ്ഞുമലിലെ
ഏലൂര് അതിന് തൊട്ടടുത്തുള്ള അവിടുത്തെ അവസ്ഥകളൊക്കെ പുള്ളിക്കാരൻ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. നന്നായിട്ടുണ്ട് മോനെ നീ അങ്ങനെ പറഞ്ഞതൊക്കെ നൈസ്. അതൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ സന്തോഷം തരുന്നൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു മഞ്ഞുമല്ലിൽ അങ്ങനത്തെ ആ ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ അത് പുറത്തുനിന്ന് വേടൻ എഴുതിയപ്പോഴും അത് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റി. അതൊരു ചെറിയ വിജയമല്ല, വലിയൊരു വിജയം തന്നെയാണ്. സിനിമയ്ക്ക് ആവശ്യമുണ്ടെന്നത്, അപ്പൊ അതുകൊണ്ടാണ് ഇത്. അപ്പൊ ഈ സിറ്റുവേഷൻസ് ഒക്കെ ചിദംബരം സാർ ആണോ? അതെ, ചിദംബരം ചേട്ടൻ പറഞ്ഞു തന്നാണത്. ഒരു ബേസിക് സ്റ്റോറി, ഒരു ബേസിക് വൺ ലൈനൊക്കെ പറഞ്ഞു തരും നമുക്ക്. ഇന്നതാണ് ആവശ്യം, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, എന്നിട്ട് നമ്മളതിനെ നമ്മുടെ ഇഷ്ടത്തിന് വിടും. നമുക്ക് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പരമാവധി എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. വലിയ ബുദ്ധിമുട്ടാണ്ട് പാട്ട് എഴുതി കഴിഞ്ഞു അവിടെ തന്നെ. എത്ര ദിവസം എടുത്തതാണ്? അയ്യോ, അത് ഒരു കുറച്ചു നേരം കൊണ്ട് എഴുതിയത്. കുറച്ചു നേരം കൊണ്ട് എഴുതി. അതാണ് ആകെ കുറച്ചു നേരം കൊണ്ട് എഴുതിയേക്കുന്ന ഒരു പാട്ട്. കുതന്ത്രതന്ത്ര മന്ത്രം അതൊന്ന് പാടാലോ? കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. അതുപോലെ തന്നെ സൈനയ്ക്ക് വേണ്ടി ചെയ്ത ഒരു സോങ്ങിലെ ഒരു ലിറിക്സ് ആയിരുന്നു, ഒരു വേടൻ പോരിൽ ചത്താൽ 1000 വേടനായി പിറക്കും, 1000 ആളായി വരും. അതുപോലെ തന്നെ പുലിയാണേൽ പോരിൽ മരിക്കും. അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം പോരാടി എത്രത്തോളം വേണമെങ്കിലും സൊസൈറ്റിക്ക് വേണ്ടി പോരാടാനുള്ള ആ ഒരു ചങ്കൂറ്റമാണോ വേടനുള്ളത്? ആ ഒരു ഫ്യൂലാണോ വേടനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പണിയെടുക്കണമെന്നുണ്ട് നല്ലോണം, നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ. എന്താണ് പറയുക, വെറുതെ മരിക്കണം എന്നില്ല ചേച്ചി, അതാണ്. വെറുതെ മരിക്കണം എന്നില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്ത് മരിച്ചു പോകുക എന്നുള്ളതാണ് പരിപാടി. അപ്പൊ അതാണ് എൻ്റെ ഫ്യൂല്. നല്ല പണിയെടുത്ത് മരിച്ചു പോവുക എന്നുള്ളതാണ് കാര്യം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? ഫാമിലിക്കാണ്. അപ്പം ഫാമിലിയൊക്കെ വീട്ടിലൊക്കെ എപ്പോഴും വേടൻ ഇതുപോലെ ഈ പാട്ടുകളൊക്കെ തന്നെയാണോ പാടി നടക്കുന്നതും? വീടിന്റെ തനതായ പാട്ടുകാരുണ്ട് അപ്പൻ. വീട്ടിൽ പാടാൻ പാടില്ല, വീട്ടിൽ അപ്പനെ പാടുള്ളൂ. അപ്പന് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് ഏതാണ്? വേടന്റെ തന്നെ അല്ലെങ്കിൽ? അപ്പൻ എന്റെ പാട്ടൊന്നും കേൾക്കില്ല. അപ്പൻ ഏറ്റവും ഇഷ്ടമുള്ള അല്ലെ പാടിത്തരുന്നൊരു? അപ്പൻ എപ്പോഴും പാടുന്നൊരു പാട്ട്, ഇന്നലകൾ ഇതുവഴിയേ പോവി, നൊമ്പരമാ പുഞ്ചിരിയും തൂകി, മുറിവുകളിൽ വിരൽ മുനകൾ മൂടി, പഴയ മുളം കുഴലായി ഞാൻ പാടാം. ഈ പാട്ടാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടാറുള്ളത്. വേടന്റെ പാട്ടുകളൊന്നും ഇതുവരെ? എന്റെ പാട്ട് ഏതാണെന്ന് എന്റെ അപ്പനറിയില്ല. അപ്പൊ അപ്പന് പാടാനൊക്കെ പോകുമ്പോഴും അതൊക്കെ കേൾക്കുമ്പോ എന്താണ് അപ്പൻ പറയാറുള്ളത് വേടനെ പറ്റി? നമ്മൾ ഇതിനെ കുറിച്ചൊന്നും അങ്ങനെ സംസാരിക്കാറില്ല. നമ്മള് വീട്ടിൽ പോയാ വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ചേരം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കുറ്റം പറഞ്ഞ് സുഖാണ് വീട്ടില്. പാട്ടല്ലാതെ വേടന് ഏറ്റവും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഇപ്പൊ പാട്ടില്ലാത്ത സമയത്ത് വേടൻ ഏറ്റവും കൂടുതൽ എന്തായിരിക്കും ചെയ്യുന്നത്? ഞാൻ പിള്ളേരുടെ കൂടെ ഹാങ് ഔട്ട് ചെയ്യും. കുറെ സുഹൃത്തുക്കളുണ്ട്, ഈ ഇഷ്ടംമാതിരി കൂട്ടുകാരുണ്ട് എനിക്ക്. അപ്പൊ സുഹൃത്തുക്കളുടെ ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കും. പിന്നെ എനിക്ക് നായുണ്ട്, ബുദ്ധൻ. നായുടെ പേര് ബുദ്ധൻ. ബുദ്ധൻ. അവനിപ്പോ ഒരു 4 വയസ്സായി. നാടൻ ഇന്ത്യൻ പരിയ. അതെന്താ നായ്ക്കുട്ടിക്ക് ബുദ്ധൻ പേര് കൊടുക്കാൻ വേണ്ടിട്ടൊരു? വെറുതെ ഒരു പേര്, നല്ല പേരല്ലേ. നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് അവരിട്ട് കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാരണം അവന് ആ പേര് ഇട്ട് കൊടുത്തു, അത്ര തന്നെ.